ഈശോയിൽ എത്രയും പ്രിയപ്പെട്ടവരെ, കോനൂര് വീട്ടിലെ ഏറ്റവും പ്രിയങ്കരിയായ മേരിയമ്മ മരണം മൂലം വേർപെട്ട് നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ടിരിക്കുന്നു. അമ്മയ്ക്ക് നിത്യശാന്തി പ്രാർത്ഥിച്ചുകൊണ്ട് മൃതസംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ്. മൃതസംസ്കാര ശുശ്രൂഷയുടെ ആദ്യ ഭാഗം ഭവനത്തിൽ വെച്ചുള്ള പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അഭിവന്യ പിതാവ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിനെ ഏറെ ആദരവോടും സ്നേഹത്തോടും കൂടെ കയ്യൂർ ഇടവകയിലെ പേരിലും കോനൂർ കുടുംബത്തിന്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. ലഭിക്കുന്ന പാപികളുടെ നിത്യസുഖകരമായ ദൈവമേ, ഞങ്ങളുടെ പാപോചനത്തിനായി പെരുന്നേരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിൽ ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സുഖനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ തൃത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അതിന് നിന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിക്കുകയും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നതിനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര.
നിന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുൻപിൽ എത്ര നിസ്സാരമാകുന്നു. ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. നീയല്ലാതെ ആരെനിക്ക് ആശ്രയം. എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ നീക്കും. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കൃപനാം മിശിഹാ കർത്താവേ, അടലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം അനന്തത്തൊടുവാനിടുവാൻ ദാസനു വരമെന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാം ആദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർത്യനമർത്യത പുണരുന്നു, ക്ഷയമുള്ളവൻ ക്ഷയനാകും. മർത്യതയേവം സകലേശം നിതരം മോദനമാക്കുന്നു. ചിറകവിടത്തിയവരെ സ്വീകരിക്കുന്നു. അമ്പരവീതിയിൽ അഭിലേഷൻ വിശിഖാരാജനെഴുന്നള്ളും. പരിശുദ്ധന്മാർ അണിയണിയായി എതിരേൽപ്പിന്നു നിരന്നീടും. ആനന്ദത്തിൻ മണിയറയിൽ ചിരമായി വാണിടും അവരെല്ലാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃതനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നേ അഖിലേശ. ആദ്യം മുതൽ എന്നേക്കുവാമേ. മഹിമയുടന്തിമ വിധിനാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെന്നെ നിർത്തണമേ. നല്ല വരുത്തു വലം ഭാഗേ നൽകണമേ. നിത്യായുഷ്യൻ പരമോന്നതമാ പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരുന്നവർ മരിച്ചവർക്ക് മുൻപ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ
ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവേ, രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തൻ്റെ പുത്രൻ്റെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവിതത്തിന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വിചാരിച്ച പ്രിയപ്പെട്ട ശുഭാശംസ മറ്റ് അച്ഛന്മാരെ, ഓനൂർ കുടുംബാംഗങ്ങളെ, അയൽപക്കക്കാരെ, പരിസരമുള്ള കുഞ്ഞുമക്കളെ, നമ്മുടെ തറവാട്ടിലെ അമ്മ മേരി അമ്മച്ചി കർത്താവിൻ്റെ വിളി കേട്ട് സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. ദീർഘമായ ഒരു കാലഘട്ടം അമ്മ ഇവിടെ താമസിച്ചു, സത്യവിശ്വാസം പ്രഘോഷിച്ചു, വലിയൊരു കുടുംബത്തിന് രൂപം നൽകി. അവര് വർഷങ്ങൾക്ക് മുമ്പ് വിവാഹത്തിലൂടെ കോനൂർ തറവാട്ടിലേക്ക് വന്നപ്പോൾ അന്നത്തെ വീട്ടിലെ വലിയ മാതാപിതാക്കളെ മേരിയമ്മ വളരെ സൗഹാർദ്ദപരമായിട്ട് ശുശ്രൂഷിച്ചിരുന്നു. കുഞ്ഞേട്ടനും ചേട്ടത്തിയും തൃപ്തികരമായ വാർദ്ധക്യത്തിൽ മേരി അമ്മയുടെ നല്ല ശുശ്രൂഷ വഴി ഭാഗ്യപ്പെട്ട മരണത്തിലൂടെയാണ് കടന്നുപോയത്. അങ്ങനെ ഏവർക്കും സ്വീകാര്യമായ പ്രവൃത്തികൾ ചെയ്ത് ഒരു കുടുംബത്തിൻ്റെ അംഗങ്ങളെല്ലാവരെയും ചേർത്ത് പിടിക്കാൻ തക്ക ഹൃദയ വിശാലതയുള്ള ഒരു വ്യക്തിയായിരുന്നു മേരി അമ്മച്ചി. എന്നും സന്തോഷവതിയായിരുന്നു. അമ്മ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുമായിരുന്നുള്ളൂ. അത്രമാത്രം തൃപ്തികരമായ ഒരു മുഖം, സ്നേഹനിധിയായ അമ്മ, സൽപ്രവൃത്തികളുടെ ആള്, ഒപ്പം നല്ല വിനയവും അച്ചടക്കവുമെല്ലാം ജീവിതത്തിൽ സംരക്ഷിച്ചിരുന്നു. അവരുടെ സ്വന്തം തറവാടിൻ്റെയും കൂടി ഒരു മഹത്വമാണ്. നമ്മുടെ അയൽപക്കം കാവുംകണ്ടും ഞെള്ളായിൽ തറവാട്ടിലെ അംഗമാണ്. അവര് മേരി അമ്മയുടെ സഹോദരങ്ങളെല്ലാം സമർപ്പിത ജീവിതക്കാരാണ്. 2 സഹോദരങ്ങൾ ജെസ്യൂട്ട് അച്ഛന്മാരാണ്. ഒരാൾ മരണപ്പെട്ടു, മറ്റ് സ്വന്തം ആംഗ്ലേയച്ഛനാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വ്യക്തി. അതുപോലെ സഹോദരി സിസ്റ്റർ ലില്ലീസ്, അവരെല്ലാം നല്ല അപ്പസ്തോലികമായ ശുശ്രൂഷകൾ ചെയ്തവരാണ്. സഹോദരങ്ങളെല്ലാം വൈദികരും സഹോദരി സമർപ്പിതയുമായതുകൊണ്ട്
ഈ അമ്മച്ചിയും ഒരു സമർപ്പിതയെ പോലെയാണ് ജീവിച്ചത്. ഞാനൊരിക്കൽ അമ്മയോട് വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ പറഞ്ഞു, അമ്മ ഒരു സിസ്റ്ററിനെ പോലെയാണ് ജീവിക്കുന്നതെന്ന്. അപ്പോഴാണ് അമ്മ പറഞ്ഞത്, എൻ്റെ വീട്ടിൽ എല്ലാവരും അച്ഛന്മാരും സഹോദരിയുമാണ്, എനിക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഒരു ക്രമം എനിക്ക് കിട്ടുകയില്ലല്ലോ. അങ്ങനെ സ്വന്തം വീടിനെ കുറിച്ച് അഭിമാനപൂർവ്വം സംസാരിക്കുകയും അതിൽ നല്ല സന്തോഷം കൊണ്ടുനടക്കുകയും ചെയ്ത ആളാണ്. പൂർവ്വ മാതാക്കളുടെ ഗണത്തിലേക്ക് അവർ ചേർക്കപ്പെടുകയാണ്. സാറായെ പോലെ, റബേക്കായെ പോലെ, റാഹേലിനെ പോലെ, മോശയുടെ സഹോദരി മിറിയാമിനെ പോലെ അവരൊക്കെ വലിയ അമ്മച്ചിമാരാണ്. അവരിലൂടെയാണ് ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ അടുപ്പവും ഈ ലോകം തിരിച്ചറിഞ്ഞത്. ഈ അമ്മയും അങ്ങനെയുള്ള ഒരു ദൈവ സ്നേഹത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ വഴി ലോകത്തിന് കൊടുത്ത ഒരു ആളാണ്. കർത്താവ് അമ്മയെ സന്ദർശിച്ചു. മരണം ദൈവവിളിയാണ്. ദൈവത്തിൻ്റെ സ്വരം നമ്മൾ കേൾക്കുമ്പോഴാണ് ദൈവം നമുക്ക് തന്ന ജീവൻ തിരിച്ച് ദൈവത്തിന് നമ്മൾ കൊടുക്കുന്നത്. സങ്കീർത്തകൻ പറയുന്നുണ്ടല്ലോ, അളന്നാണ് ദൈവം ജീവൻ നൽകിയിരിക്കുന്നത്. ഓരോരുത്തർക്കും ദൈവം അളന്ന് തിട്ടപ്പെടുത്തി ആയുസ്സിൻ്റെ ദൈർഘ്യം നിശ്ചയിച്ചിരിക്കുകയാണ്. അമ്മയ്ക്ക് ദീർഘായുസ് നൽകി. നല്ല ഹൃദയ സമാധാനത്തോടുകൂടി അമ്മയ്ക്ക് ജീവിക്കാൻ സാധിച്ചു. ഇന്ന് ദൈവം അമ്മയോട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സമ്മാനവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓരോരുത്തർക്കും അവരുടെ പ്രവൃത്തികൾക്ക് അനുസൃതം സമ്മാനം നൽകുന്നവനാണ് ദൈവം. മേരി അമ്മച്ചിക്ക് സ്വർഗമാണ് ദൈവം കൊടുക്കുന്ന സമ്മാനം എന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. എല്ലാ സന്ധ്യകളിലും അവർ സ്വർഗത്തെക്കുറിച്ച്, മോക്ഷത്തെക്കുറിച്ച് ഓർത്ത് ധ്യാനിച്ച് ജീവിച്ച ആളാണ്. പലപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു സമർപ്പിതയെ പോലെ അവരിവിടെ ഉണ്ടായിരുന്നു. ഒരൊച്ചയും ബഹളവും ഒന്നുമില്ല. എന്തോ വലിയ കാര്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരാൾ, സ്വർഗം നോക്കിയിരിക്കുന്ന ഒരാൾ, അത്തരത്തിലുള്ള ഒരു സംശുദ്ധമായ ജീവിതക്രമത്തിലൂടെ, വിനയപൂർവമായ അച്ചടക്കത്തിലൂടെ സ്നേഹവും ദൈവത്തിൻ്റെ കൃപയും മറ്റുള്ളവർക്കും പകർന്നു കൊടുത്ത ഒരാളാണ്. നമ്മുടെ മാതാപിതാക്കൾ മരിക്കുമ്പോൾ മരണപ്പെട്ടതിന് ശേഷം ബേസ് ഫുർഖാന കൂട്ടം എന്ന ഒരു ക്രമം 6-7 ദിവസങ്ങളിൽ നമ്മുടെ പാരമ്പര്യത്തിൽ ഉള്ളതാണ്. സംസ്കാര ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞ് മരണപ്പെട്ട ആളിനെ ഓർത്ത് പ്രാർത്ഥിക്കുകയും സംസാരിക്കുകയും ഉപവസിക്കുകയും അത് മക്കളും മരുമക്കളും കൊച്ചുമക്കളും തൊട്ടടുത്ത അയൽക്കാരും ആ വീട്ടിൽ വന്ന് മരണപ്പെട്ട ആളിനെ കുറിച്ച് മാത്രം ഓർത്ത് പ്രാർത്ഥിച്ച് സംസാരിക്കുന്ന ആ ക്രമമാണ് ബേസ് ഫുർഖാന കൂട്ടം. ബേസ് ഫുർഖാന എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണ സ്ഥലം എന്നാണല്ലോ. ശുദ്ധീകരണത്തിനായി എടുക്കപ്പെട്ട അമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ ഒന്നിക്കുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന ആ ഒരു കുടുംബ പ്രാർത്ഥന ശുശ്രൂഷയാണ് ബേസ് ഫുർഖാന കൂട്ടം. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഇവിടെ ആയിരിക്കുമ്പോൾ ഈ അമ്മയെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും നിങ്ങൾക്ക് പറയാനുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അതേ നിങ്ങൾക്ക് സാധ്യമാവുകയുള്ളൂ. അമ്മയെ പ്രതീക്ഷയിലേക്കാണ് നമ്മൾ കൊടുത്തുവിടുന്നത്. വീട്ടിൽ നിന്ന് പള്ളിയിലേക്കും പള്ളിയിൽ നിന്ന് ഖബറിങ്കലേക്കുമുള്ള യാത്ര പ്രതീക്ഷയിലേക്കുള്ള യാത്രയാണ്, സ്വർഗത്തിലേക്കുള്ള യാത്രയാണ്, അബ്രാഹത്തിൻ്റെ മടിയിലേക്കുള്ള യാത്രയാണ്. അങ്ങനെ വലിയൊരു ആധ്യാത്മികമായ ദൈവശാസ്ത്രപരമായ ഒരു ആചാര ശുശ്രൂഷയാണ് നമ്മളുടെ സഭയിലെ മൃതസംസ്കാര ശുശ്രൂഷ. ആ പ്രാർത്ഥനകളിൽ മോക്ഷത്തെക്കുറിച്ച്, ഈശോയെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, നമ്മളുടെ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചെല്ലാം ഉണ്ട്. വലിയൊരു പ്രബോധനമാണ്. സംസ്കാര ശുശ്രൂഷകൾ എൽമായരുടെയും
വൈദികരുടെയും എല്ലാം നമ്മളുടെ സഭയിലെ ഏറ്റവും സമ്പന്നമായ പ്രാർത്ഥനകളും ഗീതങ്ങളുമാണ്. അത് മറ്റു സഭകളിൽപ്പെട്ടവരും സിറോ മലബാർ സഭയുടെ സംസ്കാര ശുശ്രൂഷകളെ ആ ടെക്സ്റ്റ് അതിൻ്റെ മൂലരൂപത്തിൽ പഠിക്കുകയും അതിൽ PhD എടുക്കുകയും ചെയ്ത ഒട്ടനവധി ആളുകൾ ലത്തീൻ സഭയിൽ നിന്നുമുണ്ട്. കാരണം അവർ പലപ്പോഴും ഇപ്പോഴുള്ള പല പിതാക്കന്മാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ഈ ക്രമത്തോടുള്ള വലിയൊരു സന്തോഷം, ഒരു സംതൃപ്തി. കാരണം അത് സഭയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്, മോക്ഷത്തെക്കുറിച്ചാണ് പറയുന്നത്. വിശ്വാസ പരിശീലനം നമ്മൾ നടത്തുകയാണ്. മരിച്ചവര് ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ലത്തീനിൽ ഒരു ആപ്തവാക്യമുണ്ടല്ലോ, മോർത്തൂയി മരണപ്പെട്ടവര്, വിവോസ് ഡോച്ചന്റ് ജീവിച്ചിരിക്കുന്നവരെ പഠിപ്പിക്കുന്നു. മേരിയമ്മ നമ്മളെയാണ് പഠിപ്പിക്കുന്നത്. നമുക്ക് മോക്ഷം കിട്ടാൻ വേണ്ടിയാണ് അമ്മ നമ്മോട് മൗനമായിട്ട് സംസാരിക്കുന്നത്. അമ്മയുടെ ജീവിതവും നമ്മോട് പറയുന്നതാണ്. മെമെന്റോ മോറി, മരിക്കുമെന്നോർത്തുകൊള്ളുക. അപ്പോൾ നമുക്ക് കൂട്ടത്തിൽ കൊണ്ടുപോകാനുള്ളത് നമ്മുടെ സൽപ്രവൃത്തികൾ മാത്രമാണ്. അങ്ങനെ നല്ല സംശുദ്ധമായ ഒരു ജീവിതത്തിലൂടെ ഈ ലോകം വിട്ട് അമ്മ പോവുകയാണ്. ഒരു കുറുമ്പിനെ പോലും നോവിക്കാത്ത നടപ്പും എടുപ്പും വാക്കുകളും എല്ലാം ജീവിതത്തിൽ കൊണ്ടു നടന്ന ഒരമ്മ എന്ന നിലയിൽ എല്ലാവർക്കും മേരിയമ്മച്ചൂട് ഇഷ്ടമായിരുന്നു. ഞാൻ കരുതുന്ന അമ്മയുടെ സ്വന്തം സഹോദരനെല്ലാം ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഈ കോനൂർ തറവാട്ടിലെ വലിയ കാരണവന്മാർ കുഞ്ഞേട്ടനും ചേട്ടത്തിയും അതുപോലെ തന്നെയായിരുന്നു. നല്ല വിശ്വാസത്തിൻ്റെ ട്രഷറി ആയിരുന്നു അവരെല്ലാം. ആ ഒരു സമ്പന്നമായ ക്രൈസ്തവ പാരമ്പര്യത്തിൻ്റെ ഒരു വിശദീകരണമാണ് ഈ അപ്പൻചേട്ടനും മേരി ചേച്ചിയും ഒക്കെ ജീവിച്ച ആ ജീവിതക്രമം. അത് സഭയോടൊത്തുള്ള ഒരു യാത്രയായിരുന്നു. ഒരു അൽമായ അപ്പോസ്റ്റലേറ്റ് കൊണ്ടു നടക്കുന്ന പോലെ ആയിരുന്നു അപ്പൻചേട്ടനും മേരി ചേച്ചിയും ഒക്കെ ജീവിച്ചതും പെരുമാറിയതുമൊക്കെ. ഇവര് പഴയ തറവാട്ടിൽ നിന്ന് ഇവിടെ വന്ന് താമസിച്ചപ്പോൾ 2 കാവൽക്കാർ കയ്യൂരിയിരിക്കുന്ന പോലെയാണ്. ഞാനിതിൻ്റെ വെള്ളകാലത്തും കടന്നു പോകുമ്പോൾ എനിക്ക് കുടുംബണ്ടിൽ കാര്യത്തിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ഇതിലെ കടന്നു പോകേണ്ട ആവശ്യം വരുമ്പോഴെല്ലാം ഈ ചെന്നൈയിൽ 2 പേര് നമ്മളെ എല്ലാവരെയും സംരക്ഷിക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ എത്ര നല്ല അടുപ്പം വാത്സല്യം നമുക്ക് ഈ തറവാടിനോട്, അപ്പൻചേട്ടനോടും മേരി ചേച്ചിയോടും, അത് നമ്മളുടെ അവകാശത്തിൽപ്പെട്ടൊരു കാര്യം പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രമേലൊരു കരുണ, ഒരു കരുതൽ നമ്മോട് എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ അപ്പൻചേട്ടൻ്റെയും മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും എല്ലാം ദൈവമായിട്ട് ഓർക്കുന്നു. നല്ല കർഷകനാണ് അപ്പൻചേട്ടൻ, നല്ല ഉത്തമനായ ഒരു വിശ്വാസിയാണ്. ആ കൂട്ടത്തിൽ ജീവിച്ച് വലിയൊരു കുടുംബത്തിന് പിറവി നൽകിയപ്പോഴാണ് മക്കള് തോമസും റെജീനയും ബഹുമാനപ്പെട്ട സിസ്റ്റർ ജ്യോതി മരിയ DSTയും എല്ലാം. അവരുടെ സമൂഹത്തിൽ ഇവിടെയും ചെന്നാട്ടും DSTയുടെ വൈസ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ജ്യോതി മരിയ സിസ്റ്റർ വളരെ നല്ല ശുശ്രൂഷകളാണ് ചെയ്യുന്നത്. റോമിൽ ഉപരിപഠനം നടത്തിയ ആളാണ്. ദിവ്യശാസ്ത്രപരമായ നല്ല മികവ് ഉണ്ട്. അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാനും വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സമർപ്പിത ജീവിതത്തിൻ്റെ കാര്യദർശിയെ പോലെ പെരുമാറാനും ഒക്കെ അവർക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ ഈ പ്രവാർഡിലെ അപ്പൻചേട്ടൻ്റെ പെങ്ങൾ സെലിൻ സിസ്റ്റർ എനിക്ക് ഏതാണ്ട് ഒരേ കാലത്ത് സ്കൂളിൽ പഠിച്ചവരാണ്. അവരെല്ലാം ചേർന്ന് വലിയൊരു സൗഹൃദ വലയമായിരുന്നു. ഇവിടുത്തെ മരുമക്കൾ ആൻസിയും അലീനയും 3 കൊച്ചുമക്കളും അതെല്ലാം വലിയൊരു സമ്പത്തായിരുന്നു. ഈ അമ്മയെയും അപ്പൻചേട്ടനെയും ഒക്കെ നമ്മളൊരു അടുക്കള ഭാഷയിൽ പറഞ്ഞാൽ പൊന്നുപോലെ നോക്കുന്ന മക്കളും മരുമക്കളുമാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് സമാധാനപരമായിട്ട് ജീവിക്കാനും പെരുമാറാനും എല്ലാം സാധിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.
മേരിയമ്മ സ്വർഗത്തിലേക്ക് പോവുകയാണ്. ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ജീവിതം നയിച്ച വ്യക്തിയാണ്. ഈശോയുടെ അമ്മയുടെ പേരാണ്. സ്വാഭാവികമായിട്ടും അത് ഏറ്റവും വിലപ്പെട്ട ഒരു പേര് തന്നെയാണ്. സ്വർഗത്തിലേക്ക് ആത്മാവ് യാത്ര ചെയ്യുമ്പോൾ ജീവൻ്റെ പുസ്തകത്തിൽ മറിയം മേരി എന്ന് ഉറപ്പായിട്ടും ഈശോ എഴുതി ചേർക്കും. നമ്മുടെ മേരി അമ്മയെ ഓർത്ത് നമുക്കതിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും കാത്തിരിക്കുന്നതും നമ്മൾ പ്രാർത്ഥിക്കുന്നതുമെല്ലാം. അമ്മയെ പരിശുദ്ധ അൽഫോൻസാമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സമർപ്പിക്കും. നമുക്കെല്ലാവർക്കും നിതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ, ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ ശ്രദ്ധിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടുപുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്റെ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിലെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടി ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്രീവാൻ തിരക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിളിക്കാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായി ശരീരത്തിലെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. പിതാവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായിച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ നീക്കും. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. അന്നൊരു ദിവസം വേശനിയായിൽ സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു.
അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചടലിൽ നെടുവേർപ്പെട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ കാണും. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ഞാനാകുന്നു കരയരുദേവം കരുണയുടന്തികം ആർന്നഖിലേശൻ ശാന്തി പൊഴിഞ്ഞോ. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാവട്ടെ. ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, മൃതസംസ്കാര ശുശ്രൂഷകളുടെ ഒന്നാം ഭാഗം ഭവനത്തിൽ വെച്ചുള്ള പ്രാർത്ഥനകൾ പൂർത്തിയായി. തുടർന്ന് ദേവാലയത്തിലേക്കുള്ള വിലാപയാത്രയാണ്.